നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശനി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും പേടിയാണ് അല്ലെ? ശനി എന്നത് പല ഭാവത്തില് പ്രതിസന്ധികളും പ്രശ്നങ്ങളും കൊണ്ടുവരുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തില് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നൽകുന്നതാണ് പലപ്പോഴും ശനി. എന്നാൽ ശനിയുടെ ദോഷങ്ങൾ പോലെ തന്നെ പല ഭാവത്തില് ഇത് കൂടുന്നതിനും കുറയുന്നതിനും യോഗമുണ്ട്. എന്നാൽ അതിൽ കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി എന്നിവയെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പുതുവർഷത്തില് അഷ്ടമശനി ബാധിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ശനി അതിന്റെ വക്രഗതിയിൽ നിന്ന് നേർഗതിയിലേക്ക് മാറുന്ന അവസ്ഥയാണ് അഷ്ടമശനിയുടെ ദോഷങ്ങൾ വർദ്ധിക്കുന്നത്. ഇത് ചില നക്ഷത്രക്കാരിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത നഷ്ടങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കും. അത് മാത്രമല്ല, പല വിധത്തിലുള്ള ദോഷഫലങ്ങളും ഇതിന്റെ ഫലമായിട്ട് നിങ്ങൾ നേരിടേണ്ടി വരും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് മോശം ഫലങ്ങൾ കാത്തിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും അതുപോലെ തന്നെ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട പരിഹാരത്തെക്കുറിച്ചുമാണ്. ഞാൻ ഇന്നിവിടെ പറയുന്ന നക്ഷത്ര ജാതരായിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഈ പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യുക. അല്ലാത്ത പക്ഷം ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളായിരിക്കും നിങ്ങൾ നേരിടേണ്ടി വരുന്നത്. എന്നാൽ ഈ പരിഹാര മാർഗങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ശനിയുടെ ദോഷഫലങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പൊ നോക്കാം ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങൾ, എന്തൊക്കെയാണ് പരിഹാരങ്ങൾ എന്നുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇതിൽ ആദ്യത്തെ നക്ഷത്രം, ഒന്നാമത്തെ നക്ഷത്രം മകം നക്ഷത്രമാണ്. ചിങ്ങക്കൂറിൽ വരുന്ന മകം നക്ഷത്രക്കാർക്ക് അഷ്ടമശനി വളരെ മോശം ഫലങ്ങളെയാണ് പ്രദാനം ചെയ്യുന്നത്. പലപ്പോഴും നിങ്ങളുടെ ദാമ്പത്യത്തിൽ ഇത് വളരെ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് സത്യം. ചെയ്യുന്ന പല കാര്യങ്ങളിലും പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും ചെറിയ പ്രശ്നം വലിയ പ്രശ്നത്തിലേക്ക് എത്താതിരിക്കുന്നതിനും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കമിടുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ആത്മവിശ്വാസക്കുറവ് പല കാര്യത്തിലും സംഭവിക്കും. പലപ്പോഴും ചെയ്യുന്ന പ്രവർത്തികളെല്ലാം വിപരീത ഫലങ്ങളാണ് ഉണ്ടാക്കുന്നത്. ആഗ്രഹിക്കുന്നതിന് വിപരീതമായിട്ടാണ് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇനി രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ്. ചിങ്ങക്കൂറിൽ വരുന്ന പൂരം നക്ഷത്രത്തിന് പലപ്പോഴും പല വിധത്തിലുള്ള പ്രതിസന്ധികളാണ് തേടിയെത്തുന്നത്. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിൽ അപകടകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. ബന്ധുക്കൾ തമ്മിൽ പ്രശ്നങ്ങൾ തേടിയെത്തും. പലതരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. പൂർണ്ണമായി വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ബന്ധങ്ങൾ പലതും പ്രശ്നത്തിലേക്ക് എത്തി നിൽക്കും. അഷ്ടമശനിയിൽ ഉഴലുന്ന ഇവർക്ക് ഈ കാലം വേഗം കഴിഞ്ഞാൽ മതി എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, പലപ്പോഴും ആത്മവിശ്വാസക്കുറവും പ്രശ്നങ്ങളും നിങ്ങളിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ പ്രശ്നങ്ങളിലാണ് അവസാനിക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വെല്ലുവിളികൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇനി അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് അഷ്ടമശനി പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടുവരുന്നുണ്ട്. അത് മാത്രമല്ല, ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഒന്നൊഴിയാതെ നിങ്ങളെ തേടിയെത്തും. സന്തോഷകരമായിട്ടുള്ള പല കാര്യങ്ങളും സങ്കടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു. വാക്കുകളെല്ലാം ഈ സമയം സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. അതാണ് നിങ്ങളോട് എടുത്തു പറയാനുള്ള കാര്യം. പലപ്പോഴും നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. ബിസിനസ് രംഗത്ത് നേട്ടങ്ങളും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുന്നു. കഷ്ടപ്പാടുകൾ ഒന്നൊഴിയാതെ നിങ്ങളെ തേടിയെത്തും. സംസാരിക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും വരുത്തരുത്. അത് പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കും. പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങളെ ബാധിക്കുന്നു. ആയുസ്സിന്റെയും ആരോഗ്യത്തിന്റെയും ഭാവമാണ് അഷ്ടമഭാവം. ഇതിൽ ശനി വരുമ്പോൾ ഇത് കൂടുതൽ ദുഃഖങ്ങളും ദുരിതങ്ങളും കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാരാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ഇനി ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് പലരും ചോദിക്കുന്ന കാര്യമാണ്, എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് വിഷമിപ്പിക്കുന്നത് എന്നുള്ളത്. ഇത് വിഷമിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയോ പറയുന്നതല്ല. നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ മുന്നിൽ ഒരു കുഴിയുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ആ കുഴിയിലേക്ക് പോയി ചാടുവോ? ഒരിക്കലുമില്ല. നമ്മളത് ശ്രദ്ധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കി വയ്ക്കണം എന്ന് പറയുന്നത്.
നമുക്ക് ദോഷം സമയമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിത രീതിയിലായാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലായാലും നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരുള്ളൂ, ഒരല്പം ശ്രദ്ധ കൊടുക്കുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ജീവിതം കൂടുതൽ താറുമാറായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും എത്തിച്ചേരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വലിയ അപകടങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നത്. ഇത് പലരും നെഗറ്റീവായിട്ടാണ് കാണുന്നത്. എന്നാൽ അങ്ങനെയല്ല കാണേണ്ടത്. ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു നിർദ്ദേശമായിട്ട് ഇതിനെ കാണുക. അങ്ങനെ കാണുന്ന സമയത്ത് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനും എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ അല്പം ശ്രദ്ധിക്കണം എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളിലേക്ക് വരികയും വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ അഷ്ടമശനി ഈ നക്ഷത്രക്കാരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ അഷ്ടമശനിയുടെ കാഠിന്യം കുറയ്ക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ചെയ്യേണ്ട പരിഹാരങ്ങളെ കുറിച്ച് പറയാം. ഏറ്റവും ആദ്യം തന്നെ പറയാനുള്ള കാര്യം, ജാതകത്തില് ശനിയുടെ സ്ഥാനം ശുഭകരമെങ്കിൽ ഒരിക്കലും ഇത്രയധികം ഭയക്കേണ്ടതില്ല. കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിധത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം കാണുന്നതിന് സാധിക്കും. ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ശാസ്താവിന് നീരാഞ്ജനം വഴിപാട് കഴിക്കേണ്ടതാണ്. അതുകൂടാതെ എള്ളുപായസം, നെയ്യഭിഷേകം എന്നിവയും നടത്തുന്നതിന് ശ്രദ്ധിക്കണം. കൂടാതെ ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുക്കുന്നതും വളരെ ഉത്തമമാണ്. ഇനി ഈ അഷ്ടമശനി എന്നാൽ എന്താണ് എന്നുള്ളത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് പറയാം. അഷ്ടമശനി എന്നാൽ നിങ്ങളുടെ ജന്മരാശിയുടെ 8ാം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുന്ന കാലമാണ്. ഇത് ജീവിതത്തിലെ തടസ്സങ്ങള്, സാമ്പത്തിക ബുദ്ധിമുട്ടുകള്, തൊഴിൽ പ്രശ്നങ്ങള്, ആരോഗ്യ പ്രശ്നങ്ങള് എന്നിവ ഉണ്ടാക്കുന്ന ഒരു ദുരിതകാലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി ഈ പറഞ്ഞതുപോലെ പരിഹാരമായിട്ട് ശനിക്ഷേത്ര ദർശനം നടത്തുന്നതും ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു പരിഹാരമാണ് എള്ള്, എണ്ണ ഇവ ദാനം ചെയ്യുന്നത്. അതുപോലെ ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു വഴിപാടാണ് നീലശംഖു പുഷ്പാർച്ചന എന്ന് പറയുന്നത്. ശനികോപം ഒഴിവാക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ശനിയുടെ കാഠിന്യം കുറയ്ക്കാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം തന്നെയാണ് നീലശംഖു പുഷ്പാർച്ചന നടത്തുന്നത്. അതുപോലെ തന്നെ എള്ളുതിരി കത്തിക്കുന്നതും ശ്രേഷ്ഠമാണ്. ഇനി ഇതിനെല്ലാത്തിനും പുറമെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിലും ദിവസവും കാക്കയ്ക്ക് ആഹാരം കൊടുക്കുക. ശനീശ്വര പ്രീതിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ശനിദോഷം അകറ്റാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള പരിഹാരമാണ്. അപ്പോൾ കാക്കയ്ക്ക് ദിവസവും ആഹാരം കൊടുക്കാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക. ഇനി ദിവസവും കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ശനിയാഴ്ചകളിലെങ്കിലും നിർബന്ധമായിട്ടും കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക. ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എപ്പോഴും വൃത്തിയോടും വെടുപ്പോടും കൂടി വേണം, ശുദ്ധിയോടും കൂടി വേണം കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട്. ഒരു കാരണവശാലും വൃത്തിയില്ലാതെ നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ശനീശ്വര കോപം ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കുക. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാം. അതുപോലെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കുള്ള ആ ഒരു ശനീശ്വര കോപം, അല്ലെങ്കിൽ ശനിയുടെ ആ ഒരു കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞു പോകാനായിട്ട് അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പൊ ശനിയെ നമ്മൾ പേടിക്കുകയല്ല വേണ്ടത്, മറിച്ച് പരിഹാരങ്ങൾ ചെയ്യുക. നമ്മളെ തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ട് പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.